ഈ ഓഫീസർ തന്റെ ആപ്പിളിൽ ഒന്ന് കടിക്കുന്നു. എന്നാൽ ഈ തടവുകാരൻ ഗ്രനേഡ് പുറത്തെടുത്ത് അതിശോക്തിയോടെ അതിൽ കടിച്ചു ചവയ്ക്കാൻ തുടങ്ങി. തടവുകാരന്റെ ചങ്കൂറ്റത്തിൽ രോഷാകുലനായി ഉദ്യോഗസ്ഥൻ അവന്റെ വയറ്റിലടിച്ചു. തുടർന്ന് അവൻ ശക്തമായി ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ഞെട്ടി. എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് തടവുകാരൻ ഒരു നീണ്ട റിബൺ വായിൽ നിന്നെടുത്തു. അതിന്റെ അറ്റത്ത് ജർമ്മൻ മെഡലും ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥന്റെ മുഖഭാവം ഉടനടി പിരിമുറുക്കത്തിലായി. എന്താണ് നടക്കുന്നതെന്നറിയാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർന്നൊരു അലാം ക്ലോക്കിന്റെ ശബ്ദം മുഴങ്ങാൻ ആരംഭിച്ചു. എല്ലാവരും ഞെട്ടുകയും പെട്ടെന്ന് സൈനികരിൽ ഒരാൾ അത് ഓഫ് ചെയ്യാനായി ഓടിച്ചെന്നു. പക്ഷേ തടവുകാരൻ തന്റെ പിൻഭാഗത്തു നിന്നൊരു ക്ലോക്ക് പുറത്തെടുത്തു. പട്ടാളക്കാരൻ ഞെട്ടിപ്പോയി. അവന്റെ ക്ലോക്ക് എങ്ങനെ തടവുകാരന്റെ പക്കൽ വന്നു? അവൻ തല്ലാനായി കൈ ഉയർത്തിയതും ക്ലോക്ക് അയാളുടെ കയ്യിൽ തന്നെ വരികയും താൻ അപകടകാരിയല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. അതിനാൽ എല്ലാവരും തന്നെ ഒരു കോമാളിയായി കണ്ട് പൊട്ടിച്ചിരിക്കാൻ ആരംഭിച്ചു. എന്നാൽ ഇതെല്ലാം തടവുകാരന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്ന് അവർക്കറിയുന്നുണ്ടായിരുന്നില്ല. തന്റെ പ്രകടനം സൈനികരെ ആസ്വദിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ തടവുകാരൻ അവന്റെ പരമാവധി ചെയ്തു. എന്നാൽ പെട്ടെന്ന് താൻ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. ഉദ്യോഗസ്ഥൻ അവനെ പിന്തുടരാൻ സൈനികരോട് ആജ്ഞാപിച്ചു. എല്ലാവരും ഡോറിന്റെ അരികിലെത്തിയതും മരക്കുഴലും തലയിലിട്ട് ഓടുന്ന തടവുകാരനെയാണ് കാണാൻ കഴിഞ്ഞത്. ഇത് കണ്ടതും പിരിമുറുക്കത്തിലായിരുന്ന സൈനികരുടെ മാനസികാവസ്ഥ തൽക്ഷണം മാറുകയും അവനോടൊത്ത് കളിക്കാനും ആരംഭിച്ചു. എന്നാൽ വീപ്പക്കുറ്റി നിലത്തേക്ക് വീണതും തടവുകാരൻ വായുവിൽ അപ്രത്യക്ഷനായി. പരിഭ്രാന്തരായി പട്ടാളക്കാർ അവിടെയെല്ലാം തിരച്ചിൽ നടത്തിയെങ്കിലും അവനെ കണ്ടെത്താനായില്ല. പെട്ടെന്നൊരു പൂച്ചയുടെ ശബ്ദം ഉയരാൻ ആരംഭിച്ചു. അവർ നോക്കിയപ്പോഴാണ് അതും തടവുകാരന്റെ മറ്റൊരു കോമാളിത്തരമാണെന്ന് മനസ്സിലായത്. ഇവന്റെ തമാശ ഇച്ചിരി കൂടുന്നുണ്ടെന്ന ഭാവത്തിൽ അവൻ അടുത്തതെന്താണ് ചെയ്യുന്നതെന്ന് സൈനികർ നോക്കി നിന്നു. ഒരു സാധാരണക്കാരന് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറമാണ് അവന്റെ ചേഷ്ടകളെന്ന് മനസ്സിലാക്കിയ ഓഫീസർ തടവിലാക്കിയ പെൺകുട്ടികളെ മുതലെടുത്ത് അവനെ കീഴടക്കാൻ തീരുമാനിച്ചു. അവരുടെ ദാരുണമായ അവസ്ഥ കണ്ട തടവുകാരൻ കീഴടങ്ങാൻ സമ്മതിച്ചു. എന്നാൽ അടുത്ത നിമിഷം ഓഫീസറിനെ സ്തബ്ധനാക്കിക്കൊണ്ട് തടവുകാരൻ നിലത്തോട്ട് ചാടി. അവൻ ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കരുതിയ സൈനികർ തനിക്ക് ചുറ്റും കൂടി. അവന്റെ ചേഷ്ടകളെല്ലാം അവസാനിച്ചു എന്ന് കരുതി തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തടവിലാക്കിയ പെൺകുട്ടികളെ കാണാതായെന്ന് മനസ്സിലായത്. എന്നാൽ ഓഫീസർ എല്ലാ സൈനികരോടും അലേർട്ട് ആവാൻ ഓർഡർ കൊടുത്ത അടുത്ത നിമിഷം വെടിയുണ്ടകൾ എല്ലാ ജർമ്മൻ സൈനികരെയും കൊന്നൊടുക്കി. അതിജീവിച്ച ഏക സൈനികൻ ഞെട്ടലോടെ മരണമടഞ്ഞ എല്ലാ സൈനികരെയും തുറിച്ചു നോക്കിക്കൊണ്ട് രക്ഷപ്പെട്ടതിന്റെ ചെറിയൊരു നെടുവീർപ്പിട്ടു. എന്നാൽ മരിച്ചുവെന്ന് കരുതിയ തടവുകാരൻ എണീക്കുകയും തുടർന്ന് അവന് നേരെ കൈ ഉയർത്തുകയും ഒരു വെടിയുണ്ട സൈനികന്റെ നെറ്റിയിലൂടെ തുളച്ചു കയറി. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.